So the second last topic of this module is development of emotional expression. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പത്തെ ക്ലാസ്സിൽ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പഠിച്ചു. അതിനകത്ത് എങ്ങനെയാണ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത്, ഫോണോളജിക്കൽ ഡെവലപ്മെൻറ്റും പിന്നെന്തായിരുന്നു സെമാൻറ്റിക്കും പ്രഗ്മാറ്റിക്കും ഒക്കെ നമ്മൾ പറഞ്ഞു. ആൻഡ് ലാസ്റ്റ് നമ്മൾ മൈൽ സ്റ്റോൺസും മെറ്റാലിംഗ്വിസ്റ്റിക് അവെയർനെസ്സും ബൈലിംഗ്വലിസം ഒക്കെ പറഞ്ഞു. നൗ വി ആർ മൂവിങ് ഇൻ ടു ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഇമോഷണൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ. അപ്പോൾ നമുക്കറിയാം ലാംഗ്വേജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ, അതായത് കുഞ്ഞു പിള്ളേർക്ക് ഇൻഫൻസിന് ഒരിക്കലും അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ഈ ലാംഗ്വേജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ. കാരണം ഇപ്പം നമുക്കാകുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, എനിക്ക് വിഷമം വരുന്നുണ്ടെന്നൊക്കെ നമുക്ക് പറയാം. ബട്ട് സിൻസ് അവർക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവർ മറ്റ് പല മാർഗ്ഗങ്ങളിലൂടെയാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്. എങ്ങനെയാണ്? ഒന്നെങ്കിൽ ത്രൂ വോക്കലൈസേഷൻസ്, പയ്യെ ചെറിയ എന്നൊക്കെ പറഞ്ഞവർ കരയും. ഇല്ലെങ്കിൽ അവരുടെ ബോഡി മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ഇഷ്ടപ്പെടാത്തപ്പോൾ അവർ നമ്മളിൽ നിന്ന് മാറിപ്പോകും. അങ്ങനെ ത്രൂ ചെറിയ വാക്കുകൾ, ത്രൂ വോക്കലൈസേഷൻസ് ആൻഡ് ബോഡി മൂവ്മെൻറ്റ്സിലൂടെയാണ് അവരെന്ത് തരുന്നത്, അവരുടെ ഇമോഷനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. ആൻഡ് എസ്പെഷ്യലി അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്. പിള്ളേരെ കണ്ടിട്ടില്ലേ, അവർക്ക് പുളിയുള്ള കാര്യമൊക്കെ കൊടുക്കുമ്പോഴത്തേനും ഇങ്ങനെ അവരുടെ എക്സ്പ്രഷൻ, നിങ്ങൾ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ അറിയത്തില്ലേ, പിള്ളേരുടെ എക്സ്പ്രഷൻസ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഇതൊക്കെയാണ് നമുക്ക് അവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കി തരുന്നത്. എങ്ങനെ? ത്രൂ വോക്കലൈസേഷൻ, ബോഡി മൂവ്മെൻറ്റ്സ് ആൻഡ് ഫേഷ്യൽ എക്സ്പ്രഷൻസ്. അതുപോലെ തന്നെ ഇൻഫൻസ് അവരുടെ ഫിയർ കാണിക്കും. എങ്ങനെ? ഒന്നെങ്കിൽ ഒരാളുടെ അടുത്തേക്ക് പോകാൻ, ഒരു പേടിയുള്ള സാധനത്തിൻ്റെ അടുത്തേക്ക് അവർ ക്രോൾ ചെയ്യില്ല. അല്ലെങ്കിൽ അവർക്ക് പേടി തോന്നിയാൽ അവരവിടുന്ന് മാറിപ്പോകും. അതായത് ദേ ഡ്രോ ബാക്ക്. അവരിപ്പോൾ ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയി, ഇപ്പോൾ അമ്മയാണെന്നോർത്ത് ഒരു കൊച്ച് ഒരാളുടെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോഴായിരിക്കും അമ്മയല്ല എന്ന് മനസ്സിലാകും. അപ്പോൾ കൊച്ച് അതുപോലെ തിരിഞ്ഞു പോകും. അതാണ് ദാറ്റ്സ് ഹൗ ദേ ഷോ ദ സൈൻസ് ഓഫ് ഫിയർ. നെക്സ്റ്റ് വൺ ഈസ് ഈവൻ ദ ബ്ലൈൻഡ് ഇൻഫൻസ് എക്സ്പ്രസ് ഇമോഷൻസ് എന്നാണ് പറയുന്നത്. കണ്ണ് കാണാൻ പറ്റാത്ത കുട്ടികൾ പോലും ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യും. എങ്ങനെ? അവരുടെ ഫിംഗർ മൂവ്മെൻറ്റ്സിലൂടെ. പേരൻസ് ബിക്കം മോർ ഇൻറ്ററാക്റ്റീവ്. അതായത് നല്ല എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഒരു പേരൻ്റ് ആണെങ്കിൽ ഈ കുട്ടികളുടെ ഫിംഗർ മൂവ്മെൻറ്റ്സിലൂടെ അവരുടെ ഇമോഷനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ആൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതോടെ ക്രോസ് കൾച്ചറൽ, അതായത് വിവിധ കൾച്ചേഴ്സിലുള്ള സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നത് ഫേഷ്യൽ എക്സ്പ്രഷൻസ് യൂണിഫോമാണ് അല്ലെങ്കിൽ യൂണിവേഴ്സലാണ്. നിങ്ങളത് ഓൾറെഡി പഠിച്ചതാണ്, ഇമോഷൻ്റെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഒരു ഇവല്യൂഷണറി കോണ്ടെക്സ്റ്റ് ഉണ്ട് ഇമോഷന്, അതുപോലെ തന്നെ യൂണിവേഴ്സലാണ് ഇമോഷൻസ്. അങ്ങനെയാണല്ലോ കുറച്ച് കോമൺ ഇമോഷൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സോ ഇതൊരു ഇൻട്രൊഡക്ഷൻ പോലെ. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, കുട്ടികൾ എങ്ങനെയാണ് അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത്? ത്രൂ വോക്കലൈസേഷൻ, ബോഡി മൂവ്മെൻറ്റ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, and they depict their fear either through withdrawing or refusing. Even the blind infants express emotion through their finger movements. And cross cultural studies shows that facial expressions are universal. Okay, next, these findings ഇപ്പോൾ ഇവിടെ പറയുന്നത് ഈ യൂണിവേഴ്സൽ സ്റ്റഡീസ് അല്ലെങ്കിൽ ഈ ഫോട്ടോഗ്രാഫ്സ് നമ്മൾ പറയില്ലേ, അതിൻ്റെ നിങ്ങൾ പണ്ട് ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ബാരൻ്റെ ഒക്കെ ബുക്കിലാണെന്ന് തോന്നുന്നു, പല ഫോട്ടോഗ്രാഫ്സ് കാണിച്ചപ്പോൾ അതിൻ്റെ ഇമോഷൻസ് പലരും, അതായത് അക്രോസ് ദ വേൾഡ് എല്ലാവരും ഒരേ പേരിലാണ് അതിനെ നെയിം ചെയ്തത്. അങ്ങനെയാണ് നമ്മൾ പറയുന്നത് യൂണിവേഴ്സലാണ് ഇമോഷൻസ് എന്ന് പറഞ്ഞത്. പക്ഷേ ആ സ്റ്റഡി നടത്തിയപ്പോൾ മനസ്സിലായത് പല ഏജുകാർക്കും ദ റേഞ്ച് ഓഫ് ഇമോഷൻസ്, അതായത് ഓരോ ഏജുകാരും ഇമോഷൻസിനെ ഡിപ്പിക്റ്റ് ചെയ്യുന്നത് ഡിഫറെൻ്റ്ലി ആണ്, അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഡിഫറെൻ്റ് ആണ്. സോ ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ എ സ്മൈൽ മൈറ്റ് കൺവേ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയില്ലേ, സാഹചര്യങ്ങൾ അനുസരിച്ചാണ് ചിരി, വളിച്ച ചിരി, ചമ്മിയ ചിരി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ പല പറയും. കുടൂടാ ചിരി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പല തരത്തിലുണ്ട്. സോ ബേസ്ഡ് ഓൺ സിറ്റുവേഷൻ സ്മൈൽ തന്നെ ജോയ് പറയാം, എംബാരസ്മെൻറ്റ് പറയാം, കണ്ടംപ്റ്റ് പറയാം, സോഷ്യൽ ഗ്രീറ്റിംഗ്. നമ്മൾ പറയില്ലേ ഷോ ചിരിയുണ്ട്, ഇപ്പം ഞങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഗുഡ് മോർണിംഗ് മിസ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത് സോഷ്യൽ ഗ്രീറ്റിംഗ് ആണ്. സോ യൂണിവേഴ്സൽ ആണെന്ന് പറയുമ്പോഴും ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ വൺ സിംഗിൾ ഇമോഷൻ ക്യാൻ ഹാവ് ഡിഫറെൻറ്റ് മീനിങ്സ്. സോ ദിസ് ഈസ് ഇൻ ലൈൻ വിത്ത് ദ ഡൈനാമിക് സിസ്റ്റം പെർസ്പെക്റ്റീവ്. ഇത് നിങ്ങളുടെ സെക്കൻഡ് യൂണിറ്റിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. വാട്ട് ഈസ് ഡൈനാമിക് സിസ്റ്റം പറയുന്നത്? ഒരു ഇമോഷൻ ഡെവലപ്പ് ചെയ്യാൻ എന്നുവെച്ചാൽ ഒന്നിലധികം ഫാക്ടേഴ്സാണ് നമ്മുടെ ഡെവലപ്മെൻറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ, ഇമോഷണൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഒരാളുടെ
കപ്പാസിറ്റീസിനെയും ഗോളിനെയും കോണ്ടെസ്റ്റിനെയും എന്താ പറയുന്നത് ആശ്രയിച്ചിരിക്കും. അതാണ് ഡൈനാമിക് സിസ്റ്റം പെർസ്പെക്റ്റീവുമായിട്ട് ഇൻ ലൈനാന്ന് പറയുന്നതിൻ്റെ കാരണം. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങളിൽ തന്നെ ചിലർക്ക് എന്താ പറയുക ഹ്യൂമർ സെൻസ് ഉണ്ടാകും. അങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവരുമായിട്ട് എന്താ പറയുക അവർക്ക് പെട്ടെന്ന് ചിരിച്ച് തള്ളിക്കളയാൻ പറ്റും. ചിലർക്ക് എന്താ പറയുക നല്ല ഇൻ്റർപേഴ്സണൽ സ്കിൽസ് ആഗ്രഹിച്ച് വരുന്നവർ, അതാണ് ഗോൾ എന്ന് പറയുന്നത്. ചിലരുടെ കോണ്ടെക്സ്റ്റ് എപ്പോഴും നല്ല സപ്പോർട്ടീവ് ഫ്രണ്ട്സൊക്കെ ഉള്ളവരുടെ കോണ്ടെക്സ്റ്റ് നല്ലതാണെങ്കിലും അവരുടെ ഇമോഷണൽ എക്സ്പ്രഷൻസ് അവർക്ക് എളുപ്പമായിരിക്കും. സോ അതാണ് പറയുന്നത് ഇമോഷണൽ എക്സ്പ്രഷൻസ് വേരി വിത്ത് എ പേഴ്സൺസ് കേപ്പബിലിറ്റീസ് ഗോൾസ് ആൻഡ് കോണ്ടെസ്റ്റ്. ഇതാണ് ഡൈനാമിക് സിസ്റ്റം പെർസ്പെക്റ്റീവ് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും നമ്മൾ ജസ്റ്റ് വാട്ട് ഈസ് ഇമോഷണൽ എക്സ്പ്രഷൻ എന്നൊക്കെ പറയുമ്പോൾ ചുമ്മാ പറയുന്ന ഒരു എന്താ പറയുന്നത് കോമൺ ഇൻട്രൊഡക്ഷനായിട്ട് വരുന്നതാണ്. അതിൽ വരുന്നതാണ് ബേസിക് ഇമോഷൻസ് ഏതൊക്കെയാണ് ഹാപ്പിനെസ്, ഇൻട്രസ്റ്റ്, സർപ്രൈസ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതൊക്കെയാട്ടോ കൊടുത്തിരിക്കുന്നത്. ഹാപ്പിനെസ്, ഇൻട്രസ്റ്റ്, സർപ്രൈസ്, ഫിയർ, ആങ്കർ, സാഡ്നെസ്, ഡിസ്ഗസ്റ്റ്. ഓക്കെ, ഹാപ്പിനെസ് അപ്പോൾ പഠിക്കുക കേട്ടോ. അപ്പോൾ ബേസിക് ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ദേ ആർ യൂണിവേഴ്സൽ ഇൻ ഹ്യൂമൻസ് ആൻഡ് അതർ പ്രിമേറ്റ്സ് ആൻഡ് ഹാവ് എ ലോങ് ഇവല്യൂഷണറി ഹിസ്റ്ററി. അതായത് സർവൈവലിനെ എന്താ പറയുന്നത് എൻഫോഴ്സ് ചെയ്യുന്ന രീതിയിൽ ഒരു എവല്യൂഷണറി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഇമോഷൻസിന്, അല്ലെങ്കിൽ ദേ ആർ യൂണിവേഴ്സൽ ഇൻ നേച്ചർ എന്ന് പറയുന്നത് കൊണ്ടാണ് ഇതിനെ ബേസിക് ഇമോഷൻസ് എന്ന് പറയുന്നത്. ബിക്കോസ് ഈ പറയുന്ന ഇമോഷൻസൊക്കെ നമ്മുടെ സർവൈവ് ചെയ്യാൻ സഹായിക്കുന്നതും ഒരു ഇവല്യൂഷണറി ഹിസ്റ്ററി ഉണ്ടെന്നും ലോകത്തിലുള്ള എല്ലാവരിലും ഈ ബേസിക് ഇമോഷൻസ് കാണിക്കുന്നത് കൊണ്ടുമാണ് ഇതിനെ ബേസിക് ഇമോഷൻസ് എന്ന് വിളിക്കുന്നത്. സോ ബേബീസ് ഏർലിയസ്റ്റ് ഇമോഷണൽ ലൈഫ്, അതിനകത്ത് 2 തരം എറോസൽ, അതായത് ഒരു കൊച്ചിൻ്റെ പ്രൈമറി ഇമോഷണൽ ലൈഫിൽ രണ്ട് അവസ്ഥകളേ ഉള്ളൂ. ഒന്നെങ്കിൽ അട്രാക്ഷൻ ടു പ്ലസൻറ്റ് സ്റ്റിമുലേഷൻ, അല്ലെങ്കിൽ വിത്ഡ്രോവൽ ഫ്രം അൺപ്ലസൻറ്റ് സിറ്റുവേഷൻ. ഒന്നെങ്കിൽ ഇഷ്ടമുള്ളിടത്തേക്ക് അവർ പോകും, ഇല്ലെങ്കിൽ ഇഷ്ടമല്ലാത്തടത്ത് അവർ പോകും. സോ ഓൺലി ഗ്രാജുവലി ഡു. അപ്പം ഇങ്ങനെ ഇഷ്ടമുള്ളിടത്തേക്ക് ഒന്നെങ്കിൽ അവർ പോകും, ഇഷ്ടമില്ലാത്തവർ പിൻവാങ്ങും. പക്ഷേ ഇവരുടെ ഇമോഷൻസ് ഭയങ്കര ഗ്രാജുവലി ആണ് നമുക്ക് ക്ലിയർ ആയിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എന്താ പറയുന്നത് അമ്മയാണ് ആ കുട്ടീനെ വളർത്തുന്നതെങ്കിൽ മാത്രമേ ഉള്ളൂ ചിലപ്പോൾ നമുക്ക് ആ കുട്ടിയുടെ ഇമോഷൻ മനസ്സിലാകത്തുള്ളൂ. എക്സാമ്പിൾ മിസ് പറയാമേ, മാണി ഉണ്ടായിക്കഴിഞ്ഞ് ഒരു മാസത്തിന് ഇടയ്ക്കാൻ തോന്നുന്നു അവൻ ഭയങ്കരമായിട്ട് കരയാണ്, ചുമ്മാ കരയുക, എനിക്കാണെങ്കിൽ ദേഷ്യം വരികയാണ്. പക്ഷെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് കുട്ടികൾ ഉറക്കം വരുമ്പോൾ കരയും എന്നുള്ളത് മനസ്സിലായത്. ഞാനിവനോട് വർത്താനമൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അവനെ നമ്മളിങ്ങനെ എടുത്ത് കുലിക്കാൻ മതിയായിരുന്നു. പക്ഷേ കൊച്ചു കരയുന്നു, ഞാൻ കൊച്ചിനെ എൻ്റെ അടുത്ത് പാല് കൊടുക്കുന്നു, കൊച്ചു കുടിക്കുന്നില്ല, അങ്ങനെ പല ടെക്നിക്ക് ഓർത്തു. എനിക്കറിയാവുന്ന നമ്പറൊക്കെ എടുത്തിട്ടും എനിക്ക് മനസ്സിലായില്ല. സോ പിന്നെയാണ് എൻ്റെ അടുത്ത് പിന്നെ അവൻ ഓട്ടോമാറ്റിക്കലി അവൻ ഉറങ്ങിപ്പോയപ്പോഴും എനിക്ക് മനസ്സിലായത് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള കരച്ചിലായിരുന്നല്ലേ എന്ന്. സോ അതാണ് പറയുന്നത്, നമുക്ക് ഇമോഷൻസ് പോലും ഗ്രാജുവലിയാണ് നമുക്ക് മനസ്സിലായി തരുന്നത്, വെൽ ഓർഗനൈസ് സിഗ്നൽസ്. അപ്പം കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും, ഓക്കെ ഈ ഉറക്കം വരുന്ന പിള്ളേർ കണ്ണ് തിരുമും, ഇതൊക്കെ കാണുമ്പോൾ അമ്മമാർക്ക് മനസ്സിലാവും, ഓക്കെ ഇതാണ് ഈ കുട്ടിയുടെ ഇമോഷൻ എന്ന് മനസ്സിലാവും. അതാണ് ഗ്രാജുവലിയാണ് നമുക്ക് ഇമോഷൻസ് മനസ്സിലാവുന്നത്. സോ ദ ഡൈനാമിക് സിസ്റ്റം പെർസ്പെക്റ്റീവ് ഇവിടെ നമുക്ക് മനസ്സിലാകും. എങ്ങനെ ഇവരുടെ, അതായത് ഡൈനാമിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒന്നിലധികം പെർസ്പെക്റ്റീവ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ചിൽഡ്രൻ കോർഡിനേറ്റ് സെപ്പറേറ്റ് സ്കിൽസ് ഇൻ ടു മോർ ഇഫക്റ്റീവ്. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കൈ നന്നായിട്ട് എടുക്കാൻ പറ്റുന്ന പ്രായമൊക്കെ ആകുമ്പോഴാണ്, ഈ ഗ്രോസ് മോട്ടോർ സ്കിൽസൊക്കെ തുടങ്ങുന്ന പ്രായത്തിലാണ് പിള്ളേർ കണ്ണൊക്കെ തിരുമാൻ പഠിക്കുന്നത്. അപ്പം ഈ സ്കിൽസ് ഡെവലപ്പ് ആകുമ്പോഴത്തേനും അവരുടെ ഇമോഷണൽ എക്സ്പ്രഷൻസ് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഒപ്പം അവരുടെ CNS സെൻട്രൽ നെർവസ് സിസ്റ്റവും ഡെവലപ്പ് ആവും. ഒപ്പം അവരുടെ ഗോൾസും എക്സ്പീരിയൻസസും ഒക്കെ ഇതാകും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്തിനാ കുഞ്ഞ് കരയുന്നതെന്ന് ചോദിച്ചാൽ ദേഷ്യപ്പെടുന്ന ഒരു കൊച്ചാണെങ്കിൽ ആ കൊച്ചിന് എന്തെങ്കിലും വിഷം വരുമ്പോൾ അത് ആദ്യമേ തന്നെ അത് എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ അതാണ് ഫ്രം ദ എക്സ്പീരിയൻസസ് ആൻഡ് ചിൽഡ്രൻസ് ഗോൾ. പിള്ളേർക്ക് ഗോളൊക്കെ ഉണ്ടോ എന്ന് മിസ്സിന് അറിയില്ല, ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഓർത്താൽ മതി. CNS ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ സ്കിൽസ് ഡെവലപ്പ് ആവുന്നത് കൊണ്ടും അവരുടെ എക്സ്പീരിയൻസസ് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടും ഗ്രാജുവലിയാണ് കുട്ടികളുടെ ഇമോഷൻസ് എന്താ പറയുന്നത് വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് വരുന്നത്. സോ അതിൽ തന്നെ പിള്ളേർക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ സെൻസിറ്റീവ് ആൻഡ് കണ്ടീജൻറ്റ് കെയർ ഗീവർ. ഞാൻ എല്ലാ ചാപ്റ്ററിലെയും നമ്മൾ ഈ CD പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, പേരൻസ് ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് പേരൻറ്റിങ് എന്ന് പറയുന്നതിന് ഒരു എന്താ പറയുന്നത്
നമ്പർ ഓഫ് അല്ലെങ്കിൽ ഇന്യൂമറബിൾ നമ്പർ ഓഫ് കൈൻഡ്സിൽ അവർ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ അതാണ് ഇവിടെ പറയുന്നത്. ഓരോ കുട്ടിയുടെ, അതായത് സെൻസിറ്റീവ് ആൻഡ് കണ്ടിൻജൻറ്റ് കെയർ ഗീവിങ് കമ്മ്യൂണിക്കേഷൻ, നമ്മൾ എങ്ങനെ കുട്ടി സംസാരിക്കുന്നു, അതിൽ നിന്നും കുട്ടിയുടെ ഇമോഷണൽ ബിഹേവിയറും ഒക്കെ നമുക്ക് മനസ്സിലാക്കും. പിള്ളേരെങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞേ ചില കുട്ടികൾ ഭയങ്കര കോൾഡാണ്. കോൾഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് എങ്ങനെ അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യണം എന്നറിയത്തില്ല. കാരണം അവരുടെ പേരൻസ് അങ്ങനെയായിരിക്കും. ഒരിക്കൽ എനിക്ക് ചിരി കുറവാണ് എന്ന് പറയും. ഒരു തവണ ജോൺസൺ അച്ഛനോട് പറഞ്ഞു, കാർത്തിക ചിരിക്കത്തില്ല എന്ന് എന്നോട് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, മാണീനെ നോക്കിയാൽ മതി, അവൻ ചിരിക്കത്തില്ല എന്ന്. അതെനിക്കൊരു വലിയ തിരിച്ചറിവായിരുന്നു. ചിലപ്പോൾ അതുകൊണ്ടും കൂടെ ആയിരിക്കും ഞാനിപ്പോൾ ഒത്തിരി ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം അപ്പം എൻ്റെ കൊച്ചു നോക്കുമ്പോൾ ഞാൻ ചിരിക്കാറില്ല. സോ അവനെ സംബന്ധിച്ച് അറിയത്തില്ല എന്താണ് ഇങ്ങനെയാണ് ഒരു ചിരിക്കുന്ന മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ അത് പഠിക്കത്തുള്ളൂ. അപ്പോൾ അതാണ് മിസ് പറഞ്ഞത്. സെൻസിറ്റീവ് അല്ലെങ്കിൽ നമ്മളങ്ങനെ സംസാരിക്കണം. നമ്മളിങ്ങനെ പറയില്ല, ഭയങ്കര കെയറിങ് ആയിട്ടുള്ളവർ എപ്പോഴും ആ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് അവർക്ക് നല്ലതായിരിക്കും. സോ വിത്ത് ഏജ്, ഫേസ്, ഗെയ്സ്, നോട്ടം, വയസ്സ് കൊണ്ടും മുഖം കൊണ്ടും, അതായത് പ്രായം ചെല്ലും തോറും, ആസ് ദ ഏജ് ഇൻക്രീസസ്, ഫേസ്, ഗെയ്സ്, വോയിസ്, പോസ്ചർ, ഇതെല്ലാമാണ് ഒരു കുട്ടീനെ, ഒരു സിറ്റുവേഷനെ മീനിങ് ഫുള്ളി ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. മനസ്സിലായി? ഇപ്പം 5 വയസ്സുള്ള ഒരു കുട്ടി ഒരാളുടെ ഇൻറ്റൻഷൻ മനസ്സിലാക്കുന്ന പോലെ ഒരു 2 വയസ്സുകാരന് പറ്റുമോ? ഇല്ല. അതാണ് ഏജ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, ഗെയ്സ്, നോട്ടം. എൻ്റെ ഒരു നോട്ടത്തിൽ നിന്ന് മണിക്ക് ഒത്തിരി കാര്യങ്ങൾ ഈവൻ നിങ്ങൾക്ക് മനസ്സിലാവില്ല. മിസ് നോക്കുന്ന കാണുമ്പോൾ മിസ്സിന് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. അതാണ് ഗെയ്സ്. വോയിസ്, നമ്മൾ കൊടുക്കുന്ന പിച്ചും അതും. പോസ്ചർ, നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമ്മളല്ല കൈ കെട്ടിയിരിക്കുന്നത്, ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾ? അപ്പം പോസ്ചറും ഇതെല്ലാമാണ് നമുക്ക് ആ ഒരു എൻവയോൺമെൻറ്റിനെ കുറിച്ചുള്ളൊരു ഇൻ്റർപ്രിട്ടേഷനെ സഹായിക്കുന്നത്. ആൻഡ് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, റെസ്പോണ്ട് ടു പേരൻസ്. ഒരു കുട്ടി മിഡിൽ ഓഫ് ദ ഫസ്റ്റ് ഇയർ, അതായത് 6 മാസം ആകുമ്പോൾ തന്നെ കളിക്കുന്ന പേരൻസിൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് കളിക്കുന്ന പേരൻസിൻ്റെ കൂട്ടത്തിൽ അവർ റെസ്പോണ്ട് ചെയ്യും. അങ്ങനെയുള്ളവരെടുത്ത് ബാബ്ലിങ്, അതാണ് ബാബ്ലിങ്, അവർ ഒച്ച കേൾപ്പിക്കും. അവർ റിലാക്സ്ഡ് ആയിരിക്കും. പിള്ളേരിങ്ങനെ സ്റ്റിഫായിട്ടൊന്നും ഇരിക്കില്ല എന്നാണ് പറയുന്നത്. വേറസ് അൺറെസ്പോൺസീവ് പേരൻറ്റിൻ്റെ അടുത്താണെങ്കിൽ അവരെങ്ങനെയായിരിക്കും? സാഡായിരിക്കും, ഫേസസ്, ഫെസി സൗണ്ട്സ് ആയിരിക്കും, ഡ്രൂപ്പിങ്, ആങ്ക്രി, ഇങ്ങനെ പല ജസ്റ്റേഴ്സ് അവർ കാണിക്കുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ബേസിക് ഇമോഷൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ബേസിക് ഇമോഷൻസ് ഉണ്ട്, കാരണം അത് യൂണിവേഴ്സലാണ്, എവല്യൂഷണറി ആണ്, സർവൈവൽ ബേസിസ് ഉണ്ട് അതിന്. ആൻഡ് പിള്ളേർക്ക് മെയിനായിട്ട് 2 എണ്ണമാണുള്ളത്, അട്രാക്ഷൻ ടു പ്ലസൻറ്റും വിത്ഡ്രോവലും. അതിൽ നമ്മൾ പറഞ്ഞു ഗ്രാജ്വലി ആണ് ഇമോഷൻസ് ഓർഗനൈസ്ഡ് ആയിട്ട് എക്സ്പ്രസീവ് ആവുന്നത്. അതിന് ഡൈനാമിക് സിസ്റ്റം പെർസ്പെക്റ്റീവ് പറയുന്ന പോലെ ഇറ്റ് റിക്വയർ സ്കിൽസ്, ഡെവലപ്മെൻറ്റ് ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് ഗോൾസ് ആൻഡ് എക്സ്പീരിയൻസസ് ഓൾസോ കോൺട്രിബ്യൂട്ട്. ആൻഡ് പറഞ്ഞു എങ്ങനെയാണ് പിള്ളേർ ഇമോഷൻസ് പഠിക്കുന്നത്? സെൻസിറ്റീവ് കെയർ ഗീവർ ആണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിട്ട് അവർ കൺസ്ട്രക്ട് ഇമോഷണൽ എക്സ്പ്രഷൻസ് കുറച്ചും കൂടി എളുപ്പം അവർ കൺസ്ട്രക്ട് ചെയ്യും. ആൻഡ് ദേ കൺസ്ട്രക്ട് ദ ഇമോഷണൽ എക്സ്പ്രഷൻ ദാറ്റ് ഓഫ് ദ അഡൽട്ട്സ്. അവർ ഏറ്റവും കൂടുതൽ കണ്ട് വളരുന്നവരുടെ എക്സ്പ്രഷനാണ് അവർ പഠിക്കുന്നത്. ആൻഡ് പിള്ളേർ എങ്ങനെയാണ് പഠിക്കുന്നത്? ഫേസ്, ഏജ്, വോയിസ്, ഗെയ്സ് ഇതെല്ലാം യൂസ് ചെയ്തിട്ടാണ്. എക്സാമ്പിൾ, നല്ല ചിരിച്ച് കളിക്കുന്നൊരു പേരൻറ്റിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ അവർ റിലാക്സ്ഡ് ആയിരിക്കും, അല്ലാത്തവരുടെ കൂട്ടത്തിൽ അവരെപ്പോഴും ഇങ്ങനെ ഭയങ്കര പേടിച്ചായിരിക്കും ഇരിക്കുന്നത്. സോ gradually emotional expression becomes well organized and specific, and that shows the baby's internal state. അങ്ങനെ നമ്മൾ പറയുന്നത് 4. അപ്പോൾ ഈ ഇമോഷണൽ എക്സ്പ്രഷനാണ് അവരുടെ കൊച്ചിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് കാണിച്ചു തരുന്നതാണ് ഇമോഷണൽ എക്സ്പ്രഷൻ. സോ 4 ബേസിക് ഇമോഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്: ഹാപ്പിനെസ്, ആങ്കർ, സാഡ്നെസ് ആൻഡ് ഫിയർ. അപ്പോൾ ഞാനതിനൊരു ചെറിയ ഷോർട്ട് ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. ഹാസ് ഫിയർ എന്ന് ഓർത്താൽ മതി. ബേബി ഹാസ് ഫിയർ. ഹാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാപ്പിനെസ്, ആങ്കർ, സാഡ്നെസ്. സോ ബേബി ഹാസ് ഫിയർ എന്ന് ഓർത്താൽ മതി. അപ്പോൾ ഇതാണ് 4 ബേസിക് ഇമോഷൻസ് ആയിട്ട് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ബേസിക് ഇമോഷൻസ്.